എത്രയോ മൂന്നല്ല കുറെ ചോദ്യം ചോദിക്കാം. അലിൻജോസ് പെരേര സിഗരറ്റ് വലിക്കുവോ? സിഗരറ്റ് വലിക്കുവോ? സിഗരറ്റ് 10 രൂപ കിട്ടൂല. 10 രൂപ വലിയ എമൗണ്ട് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മള് വല്ലപ്പോഴും വലിക്കാറുണ്ട്. അതാണോ പ്രശ്നം? നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ നീ അപ്പൊ MDMA ഒക്കെ അടിക്കുവോ? ഇല്ല. അല്ലേടാ, ഒരു കാര്യം പറയണ്ടേ, നിങ്ങൾ പറഞ്ഞോണ്ടൊരു കാര്യം പറയാം. അപ്പൊ ചേട്ടനും ചോദിച്ചു എന്റെ അടുത്ത്, പെരേര് ഞാൻ കണ്ട പോലെ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം പെരേര് തുറന്നു പറയാം. കോമഡി മാസ്റ്റേഴ്സിൽ ആര് കാരണം എത്തി? അത് തോർത്ത് മാറ്റിയ കോമഡി അത് VIP അല്ലേ, അതുകൊണ്ടാണ് തോർത്തുള്ള ഒരാള് മോശം അത്ര മോശമൊന്നല്ല. ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത് കോമഡി സ്റ്റാർസിൽ എങ്ങനെ എത്തി? പിന്നും താരത്തിൽ എങ്ങനെ എത്തി? പിന്നെ ഒരു ചിരി ബമ്പർച്ചീരിൽ എങ്ങനെ വന്നു? ഞാൻ പറയാം. അതിരിക്കട്ടെ, നീ കള്ളു കുടിക്കുവോ? കള്ളു കുടിക്കാറില്ല. വെറുതെ ഫ്രീ ആയിട്ട് കിട്ടി അടിക്കുവോ? ഇല്ല. നേരത്തെ പറഞ്ഞ 10 രൂപയല്ലേ ഉള്ളൂ സിഗരറ്റ്. ഒരു ചെറിയൊരു സംഭവം ഞാൻ കണ്ടായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ കടവന്തറയിലോ പോയപ്പോ, കടവന്തറ ജംഗ്ഷനിൽ ഒരാൾ മദ്യപിച്ച് കിടക്കുക. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് തട്ടി വീണു, രാത്രിയായോണ്ട്. എന്നെ തപ്പി തറഞ്ഞു ഒരു വയറ് ഏകദേശം ഇതേപോലെ. അപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ചു അലിൻജോസാന്ന് ഓർത്ത്. കാരണം കുറച്ച് പ്രണയങ്ങളൊക്കെ പൊട്ടി നിൽക്കുന്ന സമയത്ത് പിന്നീട് ഇവൻ എന്നെ ഇടിക്കുകയും ചെയ്തു. അത് ഞാനല്ല എന്ന് പറഞ്ഞു. ഇടിച്ചു. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടവന്തറ ജംഗ്ഷനിൽ കിടന്ന വ്യക്തി ഇദ്ദേഹമാണെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചു, തെറ്റിദ്ധരിച്ചു. അതിനെ കുറിച്ച് പറയണ പ്രേക്ഷകരോട് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയട്ടെ, അന്ന് മദ്യപിച്ച് കിടന്ന താങ്കളായിരുന്നു, അത് വേറെ ആരെങ്കിലും? അതുകൊണ്ടാണല്ലോ താങ്കളെ മർദ്ദിച്ചത്. മർദ്ദിച്ചല്ല, ഞാനിങ്ങനെ പോയി. അപ്പം ഭയങ്കര മദ്യപാനം കുടിക്കാറില്ല അലിൻജോസ് പെരേര, കുടിക്കാറില്ല. പക്ഷെ എനിക്ക് തെറ്റിദ്ധരിച്ചു. കഥാപാത്രമാകുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ കുടിക്കാനായിട്ട് കാണിക്കും, അല്ലാണ്ട് ചെയ്യാറില്ല. ഏത് കഥാപാത്രമാണ് കുടിക്കുന്നതായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഇതുവരെ റീലിലൊക്കെ ചെയ്തിട്ടുള്ളത്? റീലിൽ കുടിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് എല്ലാ റീലും കണ്ടിട്ടുണ്ടോ? നീ എപ്പോഴാണ് കുടിച്ചായിട്ട് അഭിനയിച്ചത്? കള്ളം പറയല്ലേ. നീ ശരിക്കും അങ്ങനെ ചായ കുടിക്കുന്നതാണോ? ഞങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ. ചായ കുടിച്ചോ? ചായ കുടിച്ചോ? നീ തമ്പാക്ക് വെക്കുവോ? തമ്പാക്ക് അതെന്നാ? ഇല്ല, അങ്ങനത്തെ ശീലങ്ങൾ ഞാൻ പറഞ്ഞില്ല. സിഗരറ്റ് വല്ലപ്പോഴും ഒരു കൗതുകത്തിന് വേണ്ടി വലിക്കുന്നതാണ്. പലർക്കും അവൈലബിൾ ആണല്ലോ, എല്ലാ അത്യാവശ്യമുള്ള കടകളിലെല്ലാം സിഗരറ്റും ബീഡിയെല്ലാം വിൽക്കുന്നുണ്ട്. അത് ഒരിക്കലും നിരോധന വസ്തുവല്ല. പലപ്പോഴും പൊതുവയിൽ വലിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ വലിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ നമ്മൾ ഒതുങ്ങിയൊക്കെ വലിക്കാറുള്ളൂ, കൂട്ടുകാരൊക്കെ കൂടുമ്പോഴേ. ഗുഡ് ഫ്രണ്ട്സ് ഉള്ളപ്പോ അത്യാവശ്യം പണച്ചാക്കായിട്ടുള്ള കൂട്ടുകാർ വരും ചില സമയത്ത്. പണച്ചാക്കി കാരണം ചാക്കി പണം കൊണ്ടുവരുമോ? അല്ലല്ല, മുന്നീർന്ന് പറഞ്ഞ പുള്ളിയൊക്കെ ഉണ്ട്. അപ്പൊ ആ പുള്ളിയോടെ കൂടുമ്പോ ജസ്റ്റ് കമ്പനിക്ക് വലിക്കും. അപ്പൊ നമ്മള് സിഗരറ്റിനെ പറ്റി പറഞ്ഞു. ഇനി പിന്നെന്താ ഉള്ളത്? കള്ളവെടി വെക്കാൻ പോകുന്നെന്ന് പറയുന്നത് കേട്ടി. ആരാട്ടം എന്താ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കള്ളവെടി വെക്കുന്ന എന്ന് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. അതൊരു കഴിഞ്ഞ ദിവസം അടി കൊടുത്തു ആറാട്ടണ്ണൻ. തമാശക്ക് പറഞ്ഞ അത് അതിനെ പറ്റിയല്ല. എന്നെ കുണ്ടി സൂപ്പറാന്നൊക്കെ പറഞ്ഞത് കമന്റ് ഇട്ടപ്പോ അതിനും കൊടുത്താ. പലതും പറയുന്നുണ്ടല്ല. അലിൻജോസിന് അണ്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ വെടിവെക്കാൻ പോകുന്ന സാധനത്തിന് നമുക്ക് പറയുന്നില്ല. പക്ഷെ വേറെ പലതും പറയുന്നതിന് നമുക്ക് അതുകൊണ്ടാണ് അടി കൊടുത്തത്. വെടിവെക്കാൻ പോണത് കുഴപ്പമില്ലല്ലോ, നല്ലതല്ലേ. കാരണം ഞാൻ ഗേയില്ലെന്നല്ല എന്റെ അർത്ഥം. മോശമാണെന്ന് കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്നെ ഗേ എന്ന് വിളിച്ചപ്പോ എനിക്കത് ആ ഒരു പേരിനോട് തന്നെ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി. അതല്ല പ്രശ്നം. ഗേ ആവുന്നല്ല പ്രശ്നം, ഇയാൾ ഗേ ആണെന്ന് പറയുന്ന പ്രശ്നം. ഇയാളുടെ കമന്റിൽ വരുന്ന പ്രശ്നം വേറെ. ഇയാളുടെ ഐഡന്റിറ്റി അല്ലാത്തൊരു സാധനം ഇയാളെ വിളിക്കുമ്പോ അയാൾക്ക് ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. എന്തൊരു നിഗമനത്തില് ഞാൻ കാണുന്നൊരു ചുറ്റുപാടും പിന്നെ ഞാൻ സഞ്ചരിച്ച പണ്ടത്തെ വഴികളുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിച്ച കാലം തുടങ്ങി ഞാൻ കൂടുതലും എനിക്ക് ഫ്രണ്ട്സ് ലേഡീസൊക്കെ ആയിരുന്നു. മനസ്സിലായി, ഗേൾ ഫ്രണ്ട്സ്. കാരണം ഞാനൊരു ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും ഗേൾസ് ആ ടോയ്ലറ്റിന്റെ അവിടെ വരെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ ടോയ്ലറ്റിലേക്ക് കയറിപ്പോവും, കൂട്ട് തന്നെയാണ് അവിടെ വരെ, ആ ഒരു പോയിന്റ് വരെ. അപ്പോ അതൊരു പ്രൊട്ടക്ഷനായിരുന്നു. പിന്നീട് മറ്റേ ഫെയിം വന്നപ്പോഴാണ് ഒരുപാട് പെൺസൗഹൃദങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടത്. അതെന്താ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്റെ ഫെയിമിൽ ഒരുപാട് മറ്റേ വിവാദങ്ങൾ ഉണ്ടായില്ല പെണ്ണുങ്ങളുടെ രീതിയിൽ. അതുകൊണ്ട് ഒരുപാട് അടുപ്പമുള്ള മറ്റേ ബന്ധുക്കളിൽപ്പെട്ട കുറച്ച് നമ്മുടെ കുട്ടികൾ വരെ നമ്മളെ
വെറുത്തു. പക്ഷേ നമ്മളറിയാത്ത പുതിയ ആൾക്കാർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ബർത്ത്ഡേ വിഷ് ആണെങ്കിലും കല്യാണ വിഷ് എന്ന് പറഞ്ഞാണെങ്കിലും ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് നമ്മളെ ഫോൺ ചെയ്യാനൊക്കെ പെൺകുട്ടികൾ വിളിക്കുന്നുണ്ട്, ആൺകുട്ടികൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അവരോട് ഞാൻ മാന്യമായിട്ട് പെരുമാറണം. ഇപ്പൊ എന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ അവരെ നമ്പർ തിരിച്ചു വിളിച്ച് അങ്ങനെ ഒരാളെ അറിയാവോ വേറൊരാളെന്ന് പറഞ്ഞത്? അല്ല, നമ്മളെ സർക്കിളിൽ പെട്ട അവര് ചെയ്യുന്നല്ല ഇന്നത്തെ കാലഘട്ടത്തില്. അല്ല, എന്നാലും അങ്ങനെ ഒരാളെ അറിയാവോ? കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. എന്റെ കൂടെയുള്ളവരെ ചെയ്യൂല, കാരണം അവർക്ക് വേറെ ഫ്രണ്ട്സുകളുണ്ട്. അവർക്ക് വേറെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് പിന്നെ കളി കളിക്കില്ല. പക്ഷെ കേരളത്തിലുള്ള ഭൂരിഭാഗം പേർക്കും ഒരു പെൺകുട്ടി വിളിക്കുമ്പോൾ തിരിച്ച് തമാശ പറയുകയൊക്കെ ചെയ്യുമെങ്കിൽ അപ്പൊ തിരിച്ച് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ച് ചിലവർ സെറ്റാക്കും, ചിലവർ സെറ്റാക്കുകയില്ല, പോലീസ് കേസൊക്കെ ആവും. പക്ഷെ നമ്മളെ വിളിക്കുന്ന ആൾക്കാരെ മാന്യപൂർവ്വം ഇരിയുള്ളൂ എന്ന് പറഞ്ഞാൽ സൗഹൃദ രീതിയിൽ സംഭാഷണം വയ്ക്കും. ഇപ്പൊ രാത്രിയും പകലൊന്നുമില്ലാതെ എന്റെ പെൺകുട്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു എന്റെ സ്വരം കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാവും എന്ന് പറഞ്ഞാൽ വിളിക്കണം. കുറെ പേർ വിളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ വിളിക്കാറുണ്ടോ? എത്ര വയസ്സൊക്കെ ഉള്ളവരാ കൂടുതൽ മനസ്സിന് ശാന്തത ഇല്ലാത്തവര്? ഒരു 20 വയസ്സ് തുടങ്ങി 30 വയസ്സ് വരെയുള്ള ആൾക്കാർ. അവർക്കാണോ മനസ്സിന് എത്ര ശാന്തിയായിട്ടുള്ളവര്? സ്വരം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം പറ്റില്ലെന്ന് പറയും. അതെന്താ അങ്ങനെ? എന്നിട്ട് അവർ കിടന്ന് ഉറങ്ങുമോ സ്വരം കേട്ട്? ഇപ്പൊ എല്ലാ ഗേൾസും വന്ന് കാണാറൊന്നുമില്ല, എന്നാലും 1-2 ഗേൾസും നമുക്ക് നേരിട്ട് വന്ന് കാണാനൊക്കെ വരാറുണ്ട്. അല്ല, അതിനകത്ത് അപ്പൊ അങ്ങനെ വല്ല പെൺപിള്ളേരുടെ കണക്ഷൻ ഒന്നും കിട്ടിയില്ല ഇതുവരെ? ലൈനൊന്നും ആയില്ല? ലൈനകത്ത് ചേട്ടാ അത് നമുക്കൊരു സാമ്പത്തിക അച്ചടക്കമില്ല. കാരണം നമുക്കൊരു 10,000 കിട്ടിക്കഴിഞ്ഞാൽ 10,000 ചെലവായി പോകും. നമുക്കൊരു പെണ്ണ് വന്ന് നമുക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നാനെ. ശരിയാ അല്ലേ? ഒരു മാനേജർ പോലെ തന്നെ ഒരു പെണ്ണ്. പിന്നെ നമുക്കൊരു ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഒരു കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം ഒരു 2 ലക്ഷം രൂപ അക്കൗണ്ടിൽ വേണം. ആർക്കാ? തനിക്കോ അവക്കോ? എനിക്ക് മാത്രമല്ല, ഒരു പെൺകുട്ടി കെട്ടുന്ന ഒരു ചെറുപ്പക്കാരന് മിനിമം 2 ലക്ഷം രൂപ അക്കൗണ്ടിലാണ് കെട്ടാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഉണ്ടെങ്കിലാണല്ലോ പെണ്ണിനെ ജീവിപ്പിക്കാൻ പറ്റുന്ന കൂടെ. പറഞ്ഞോ. പോട്ടെ. ഓക്കേടാ, ബൈ.